2018 സെപ്റ്റംബർ 21 ലോകം പാരീസിൽ നിന്നും ആ വാർത്ത കേട്ടത്. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത പായ്വഞ്ചിയിൽ ലോകം ചുറ്റാനുള്ള ഗോൾഡൻ ഗ്ലോബ് മത്സരത്തിൽ പങ്കെടുത്ത മലയാളി സമുദ്ര സഞ്ചാരി കമാൻഡർ അഭിലാഷ് ടോമിക്ക് അപകടത്തിൽ പരിക്ക്. ജൂലൈ 1 ഫ്രാൻസിലെ തുറമുഖത്തിൽ നിന്നും ആരംഭിച്ച മത്സരത്തിന്റെ 82ാം ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൊടുങ്കാറ്റിലും കനത്ത തിരമാലകളിലും പെട്ട് പായ്വഞ്ചി തുരിയ തകർന്നാണ് അപകടം. ഇതിനകം 19,446 കിലോമീറ്റർ താണ്ടിയ അഭിലാഷ് ടോമി മത്സരത്തിൽ 3ാം സ്ഥാനത്തായിരുന്നു. ആ അപകടത്തെക്കുറിച്ചുള്ള അഭിലാഷ് ടോമിയുടെ വിവരണത്തിലേക്ക് കടക്കാം. അതുവരെ കണ്ട കടലായിരുന്നില്ല 82ാം ദിവസം. 100 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും തിരമാലകൾ 10 മീറ്റർ വരെ ഉയർന്നേക്കുമെന്നും കാലാവസ്ഥാ പ്രവചനമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ല. കാറ്റും തിരയും ഇതിനപ്പുറവും നേരിട്ടിട്ടുണ്ട്. അവയൊക്കെ നേരിട്ട ആത്മവിശ്വാസം കരുത്തു പകർന്നതേയുള്ളൂ. പക്ഷേ കാലാവസ്ഥ പ്രവചനത്തിനും അപ്പുറമായിരുന്നു. സംഭവിച്ചത് കടലിനാകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായി. പായ്വഞ്ചിയുടെ ഇരുവശത്തും തിരകൾ ആഞ്ഞടിച്ചു. 100 കിലോമീറ്റർ വേഗം പ്രവചിക്കപ്പെട്ട കാറ്റിന് യഥാർത്ഥ വേഗം 150 കിലോമീറ്ററിന് അടുത്തായി. അപ്രതീക്ഷിതമായതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സ് പറഞ്ഞു. എന്ത് സംഭവിച്ചാലും നേരിടാൻ തയ്യാറായി. ഞാൻ വഞ്ചിത്തട്ടിലേക്ക് ചാടിക്കയറി. പായ്മരം ഒടിയാതെ നോക്കുകയാണ് ആദ്യം വേണ്ടത്. തുരിയയുടെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ശ്രമം തുടങ്ങി. 10 മീറ്റർ ഉയരുമെന്ന് പ്രവചിച്ച തിരകൾ 14 മീറ്ററോളം ഉയർന്നു പൊങ്ങി. വഞ്ചിയുടെ മുന്നിലും പിന്നിലും വഞ്ചിയുടെ വശങ്ങളിലുമെല്ലാം വെളുത്ത നുരയും പതയും. ഒരു വാഷിംഗ് മെഷീനിൽ എടുത്തിട്ടതുപോലെ. ഓർക്കാപ്പുറത്താണ് ഒരു വലിയ തിര വന്നത്. അതിഭയങ്കരമായ ശബ്ദം മാത്രം ഓർമ്മയുണ്ട്. വഞ്ചിയുടെ ഒരു വശം ആകാശത്തേക്ക് ഉയർന്നു, ഏകദേശം 90 ഡിഗ്രി. തെറിച്ച് കടൽ വീഴാതിരിക്കാൻ പിന്നിലെ പായ്മരത്തിൽ അള്ളിപ്പിടിച്ചു. ആ സമയത്ത് ഞാനിരിക്കുന്ന ഭാഗം കടലിലേക്ക് താഴ്ത്തിക്കൊണ്ട് അടുത്ത തിര. വായ് നിറച്ചും ഉപ്പുവെള്ളം. തുടരെ തുടരെ തിരകൾ കൊണ്ടുള്ള പ്രഹരം തുടർന്നു. തിരയാക്രമണത്തിൽ ഞാൻ പായ്മരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായി. താഴേക്ക് വീഴാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ തിരയുടെ വക അടുത്ത പ്രഹരം. 2 കൈയും വിട്ട് കടലിലേക്ക് വീണു പോകുമെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ എന്റെ വഞ്ചി തുരിയ എന്നെ കൈവിട്ടില്ല. പായ്മരത്തിൽ എന്റെ വാച്ചുടക്കി. ഞാൻ തൂങ്ങിക്കിടന്നു. അടുത്ത കൈ ഉയർത്തി ആ കുടുക്കൂരാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഏതാനും സെക്കൻഡുകൾ അങ്ങനെ തൂങ്ങിക്കിടന്നു. വാച്ചിന്റെ സ്ട്രാപ്പ് അടർന്ന് താഴേക്ക് വീണു. പായ്മരത്തിന്റെ സൈഡിൽ തട്ടി വഞ്ചിത്തട്ടിലേക്ക് വീണു. ഒന്നും സംഭവിക്കാത്തതുപോലെ ചാടി എഴുന്നേറ്റ് തിരയിൽ അലങ്കോലമായ സാധനങ്ങൾ അടുക്കി വെക്കുവാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ നിലത്തു നിന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാലുകൾക്ക് ബലമില്ലാത്ത അവസ്ഥ. നടുവിന് കാര്യമായ പരിക്കേറ്റിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏകാന്തതയിൽ ഒരിടത്ത് 71 മണിക്കൂർ നേരം അഭിലാഷ് ടോമി ഇന്ത്യൻ നാവികസേനയെ കാത്തുകിടന്നു. ഇനി ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരവുണ്ടാകില്ലെന്ന് പലരും വിധി എഴുതിയപ്പോൾ അഭിലാഷ് ടോമി മാത്രം ചിന്തിച്ചത് തിരിച്ചാണ്. ഇതൊരു അവസാനമല്ലെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും ചിന്തിച്ചു. പാതി വഴിയിൽ വെച്ച് ഉദ്യമം അവസാനിപ്പിച്ചാൽ ഒരു നാവികൻ എന്ന നിലയിൽ അതെന്റെ പരാജയം മാത്രമല്ല, മരണം കൂടിയാണ്. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. അവിടുന്ന് ഇങ്ങോട്ട് അത്ഭുതകരവും സാഹസികവുമായ തിരിച്ചുവരവാണ് അഭിലാഷ് ടോമി നടത്തുന്നത്. 2 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ നട്ടെല്ലിൽ ഘടിപ്പിച്ച ടൈറ്റാന്യത്തിന്റെ കഷ്ണവും 8 സ്ക്രൂവുമായി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് പഴയ ജീവിതത്തിലേക്ക് വരികയും പാതിയിൽ നിന്നുപോയ മത്സരത്തിൽ വീണ്ടും പങ്കെടുത്ത് ജയിക്കുകയും. 2018 ഗോൾഡൻ ഗ്ലോബ് റേസ് അപകടത്തിനും ഗുരുതരമായ പരിക്കിനുമെല്ലാം ശേഷം വെറും 4 വർഷങ്ങൾക്കകം അടുത്ത ഗ്ലോബ് റേസിന് പുറപ്പെടാനും വിജയകരമായി അത് പൂർത്തിയാക്കാൻ അഭിലാഷ് ടോമിയെ വഴി നടത്തിയത് സ്വപ്നങ്ങളാണ്. അമേരിക്കൻ എഴുത്തുകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവലിലെ ഒരു വാക്യം ഇങ്ങനെയാണ്: ഒരാളെ തകർക്കാം, പക്ഷേ തോൽപ്പിക്കാനാകില്ല. അഭിലാഷ് ടോമിയുടെ ജീവിതം നമ്മോട് പറയുന്നത് കടൽ പോലെ അതിരുകളില്ലാത്ത സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളിലേക്ക് ലക്ഷ്യബോധത്തോടെ സഞ്ചരിക്കുക. എത്ര വലിയ പ്രതിസന്ധിയെയും മറികടന്ന് ജേതാവാകാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു പുസ്തക വിശേഷവുമായി വീണ്ടും കാണാം.